ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ട് ലോക്സഭ. 2025 റദ്ദാക്കൽ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ചർച്ച ചെയ്ത് രാജ്യസഭ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് നാളെ തുടക്കം. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും പ്രധാനമന്ത്രി സന്ദർശിക്കും. 2025-26 സാമ്പത്തിക വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാർ 260.20 കോടി രൂപ അനുവദിച്ചു. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീട് തോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ട് ലോക്സഭ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവതരിപ്പിച്ച ബില്ലിനെ പ്രതിപക്ഷം എതിർത്തു. നിരവധി എംപിമാർ ബില്ലിൽ വിശാലമായ ചർച്ച വേണമെന്ന് കാര്യോപദേശക സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് സംയുക്ത സമിതിക്ക് ബിൽ വിടുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ നിർദ്ദേശിക്കാൻ ശ്രീ റിജിജു സ്പീക്കറോട് അഭ്യർത്ഥിച്ചു. അധ്യാപനം, പഠനം, ഗവേഷണം, നവീകരണം എന്നിവയിൽ മികവ് കൈവരിക്കുന്നതിന് സർവകലാശാലകളെയും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ബിൽ. 2025 റദ്ദാക്കൽ ഭേദഗതി ബിൽ നിയമനീതിന്യായ മന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കാലഹരണപ്പെട്ട ചില നിയമങ്ങൾ റദ്ദാക്കുന്നതും മറ്റ് ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതും വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. അതിനിടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് 2 തവണ നടപടി തടസ്സപ്പെട്ടിരുന്നു. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ കോൺഗ്രസ് പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രിമാരും മറ്റ് ബിജെപി അംഗങ്ങളും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. പിന്നീട് വീണ്ടും ചേർന്നെങ്കിലും ബഹളം തുടർന്നതോടെ ലോക്സഭ 2 മണിവരെ നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് ഇരുസഭകളിലും നടപടികൾ പുനരാരംഭിക്കുകയായിരുന്നു. ഉദ്യം പോർട്ടലിലൂടെ 7 കോടിയിലധികം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രാജ്യത്തുടനീളം ഏകദേശം 31 കോടി ജനങ്ങൾക്ക് ഇതിലൂടെ തൊഴിൽ ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി ജിതിൻ റാം മാഞ്ചി രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. हम लोग पोर्टल बनाया है. एक उद्यम पोर्टल होता है, एक उद्यम असिस्ट पोर्टल होता है. तो उद्यम में वैसे लोगों के जिनके पास पैन हो, ये सब हो, उन लोगों को हम लोग रजिस्टर कराते हैं. और उद्यम असिस्ट में जिनके पास कोई कागजात नहीं है उनको भी कराते हैं. तो आज तक हम लोग लगभग 7 करोड़ इकाइयों को हम लोग रजिस्टर्ड किया है, जिससे लगभग 31 करोड़ लोग काम कर रहे हैं. ആണവോർജ്ജ വികസനം ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആണവോർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷം ബിൽ അവതരണത്തിനെതിരെ പ്രതിഷേധിച്ചു. 2025-26 ആദ്യ ബാച്ചിലെ ഗ്രാന്റിനായുള്ള ഉപധനാഭ്യർത്ഥനകളിലാണ് ലോക്സഭ ഇന്ന് ചർച്ച നടത്തിയത്. 1,32,000 കോടി രൂപയുടെ ധനാഭ്യർത്ഥനകളാണ് പാർലമെന്റിന്റെ അംഗീകാരത്തിനായി മുന്നോട്ടുവച്ചത്. സമാജ്വാദി, തൃണമൂൽ കോൺഗ്രസ്, TDP, കോൺഗ്രസ് അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് രാജ്യസഭയിൽ നടന്നത്. AIDMK, YSRCP, RJD, JDS, BRS, JDU, ശിവസേന, സമാജ്വാദി കക്ഷികളുടെ പ്രതിനിധികൾ ചർച്ചയിൽ സംസാരിച്ചു. രാവിലെ പാർലമെന്റിന്റെ പുറത്ത് കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ പ്രതിഷേധിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലെത്തി. ജോർദാൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകി. 37 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിലെത്തുന്നത്. ആദ്യഘട്ടത്തിൽ ജോർദാൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അബ്ദുള്ള രാജാവുമായും പ്രധാനമന്ത്രി ജാഫർ ഹസനുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. തുടർന്ന് ശ്രീ മോദി എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് നാളെ തുടക്കം. മറ്റന്നാൾ വെല്ലൂർ സുവർണക്ഷേത്രം സന്ദർശിക്കുന്ന രാഷ്ട്രപതി പിന്നീട് ശൈത്യകാല വാസത്തിനായി സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിലെത്തും. PSC അധ്യക്ഷന്മാർക്കായി വെള്ളിയാഴ്ച നടക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 2025-26 സാമ്പത്തിക വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാർ 260.20 കോടി രൂപ അനുവദിച്ചു.
സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകൾക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 941 ഗ്രാമപഞ്ചായത്തുകൾക്കുമാണ് ഈ തുക അനുവദിച്ചതെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളായാണ് ഫണ്ട് അനുവദിക്കുന്നത്. പശ്ചിമബംഗാളിലെ സർവകലാശാലകളിൽ ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ ചാൻസലറായി നിയമിച്ചുകൊണ്ട് പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കിയ ഭേദഗതി ബിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു തള്ളി. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ CV ആനന്ദബോസിന്റെ പരിഗണനയ്ക്കായി അയച്ചിരുന്നു. എന്നാൽ ഗവർണർ 2024 ഏപ്രിൽ 20 ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിടുകയായിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് രാഷ്ട്രപതിയുടെ തീരുമാനം. ആലിയ സർവകലാശാലയുടെ ചാൻസലറായി ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന മറ്റൊരു ബില്ലും രാഷ്ട്രപതി നിരസിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നവംബർ 10 മുതലായിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. അതേസമയം സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മലപ്പുറം ജില്ലയിലെ മൂത്തേടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ചെലവ് കണക്കുകൾ 2026 ജനുവരി 12 മുൻപ് ഓൺലൈനായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശിച്ചു. മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഫലപ്രഖ്യാപന തീയതി മുതൽ 30 ദിവസത്തിനകമാണ് അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കണക്ക് നൽകേണ്ടത്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. അല്ലാത്തപക്ഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഇവ നീക്കം ചെയ്ത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീട് തോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണ ജോലികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീട് തോറുമുള്ള വിവരശേഖരണ ഘട്ടം ഡിസംബർ 18 വ്യാഴാഴ്ചയാണ് അവസാനിക്കുന്നത്. ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിന്മേലുള്ള പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം 100% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 99.96% ഫോമുകൾ തിരികെ ലഭിച്ചിട്ടുണ്ട്. 99.77% ഫോമുകളുടെ ഡിജിറ്റലൈസേഷനും പൂർത്തിയാക്കി. ഇന്ന് രാവിലെ 10 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 7,11,958 പേരെയാണ് കണ്ടെത്താൻ സാധിക്കാതെയുള്ളത്. ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടവർ 1,31,530 ആണ്. 2026 ഹജ്ജ് തീർത്ഥാടനത്തിനായി വളരെ നേരത്തെ തന്നെ അപേക്ഷിക്കാനും അംഗീകൃത സംഘാടകരെ മാത്രം തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം. അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കുന്നതിനായി അടുത്ത മാസം 15 മുൻപായി ബുക്കിംഗ് നടപടിക്രമം പൂർത്തീകരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. അന്തരീക്ഷ മലിനീകരണം പ്രതിരോധിക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നഗരങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിന് ബന്ധപ്പെട്ട ചട്ടങ്ങൾ പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഗാസിയാബാദിലെയും നോയിഡയിലെയും വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെ വായുമലിനീകരണം തടയുന്നതിന് പൊതുജന പ്രതിനിധികളുടെയും പൌരന്മാരുടെയും പങ്കാളിത്തം കൂടി തേടണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം തുടങ്ങി. മറ്റ് വാർത്താ ബുള്ളറ്റിനുകൾക്ക് പുറമെയാണ് ഇത്. രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകളാണ് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. രാത്രി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇനി മുതൽ 10 മിനിറ്റ് ആയിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ട് ലോക്സഭ. 2025 റദ്ദാക്കൽ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ചർച്ച ചെയ്ത് രാജ്യസഭ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് നാളെ തുടക്കം. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും പ്രധാനമന്ത്രി സന്ദർശിക്കും. 2025-26 സാമ്പത്തിക വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാർ 260.20 കോടി രൂപ അനുവദിച്ചു.
കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീട് തോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം രാത്രി 8:35.